സനാമുണ്ടാലെ വനത്തിൽ ഒരു സഞ്ചി നിറയെ തീറ്റയുമായി കൻഹു ബഹേര എത്തുമ്പോൾ അയാൾ കൈനീട്ടി ശബ്ദമുയർത്തി ആ രാജ എന്ന് വിളിക്കുമ്പോൾ 200-ലധികം മൈലുകൾ ഓടിവന്ന് തൂവലുകൾ തുരുമ്പെടുത്ത് അവനെ എതിരേൽക്കുന്നു. ദിവസവും 2 തവണ, അതിരാവിലെ 1 തവണയും ഉച്ച കഴിഞ്ഞ് 3 മണിക്കും സംഭവിക്കുന്ന ഒരു കാഴ്ചയാണിത്. ചിലർ അവന്റെ കൈകളിൽ നിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ മറ്റു ചിലർ അവരുടെ ഊഴത്തിനായി കാത്തിരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവന്റെ മുത്തച്ഛൻ പാനു ബെഹേറ പക്ഷികളുമായി ഒരു ബന്ധം സ്ഥാപിച്ചപ്പോൾ ചെയ്തതുപോലെ 1-2 പക്ഷികൾ കൻഹുവിന്റെ തോളിലിരിക്കുന്നു. ഒരു മൃഗശാലയില്ല, വേലികളോ ടിക്കറ്റ് കൗണ്ടറുകളോ ഇല്ല. പക്ഷെ കൻഹുവും മയിലുകളും തമ്മിൽ പ്രണയം പോകുന്ന രംഗം കാണാൻ ജനക്കൂട്ടം തടിച്ചുകൂടുന്നു. 1999-ലെ സൂപ്പർ സൈക്ലോണിൽ 3 പക്ഷികൾ ഭക്ഷണം തേടി അടുത്തുള്ള കാട്ടിൽ നിന്ന് അലഞ്ഞു നടന്നപ്പോൾ പാനുവിനെ യാദൃച്ഛികമായി കണ്ടുമുട്ടിയതിനെ തുടർന്ന് അവ തലമുറകളോളം കുടുംബമായി ഇണങ്ങിച്ചേർന്നു. അതിനെ പരിപാലിക്കാനും ചികിത്സിക്കാനും പാനു സ്വയം ഏറ്റെടുത്തു. ക്രമേണ മയിൽ സുഖം പ്രാപിച്ചപ്പോൾ അവൻ 3 പേരെയും കാട്ടിൽ ഉപേക്ഷിച്ചു. എല്ലാ ദിവസവും അവയ്ക്ക് ഭക്ഷണം നൽകാൻ ഒരേ സ്ഥലത്ത് തിരിച്ചെത്തി. 3-ൽ പാനുരാജ എന്ന് പേരിട്ട ഒന്ന് അവനോട് അടുത്തു. ഇപ്പോഴത്തെ 204 മയിലുകളുടെ എണ്ണം രാജയുടെ കുടുംബമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പാനുവിന് അസുഖം പിടിപെട്ടപ്പോൾ തൻ്റെ മരണശേഷം മയിലുകളെ പരിപാലിക്കണമെന്ന് വാഗ്ദാനം ചെയ്യാൻ അദ്ദേഹം തൻ്റെ ചെറുമകൻ കൻഹുവിനോട് ആവശ്യപ്പെട്ടു. 2017-ൽ പാനു മരിച്ചതിനു ശേഷം കൻഹു ഇന്നുവരെ ആ വാഗ്ദാനം പാലിച്ചു. 2017-ൽ 54 മൈലുകളിൽ നിന്ന് 2025-ൽ 204 മൈലുകളായി. 2019-ൽ അടുത്തുള്ള ഫയർ റേഞ്ച് ഓഫീസർ ഹോം ഗാർഡായി നിയമിതനായി. മയിലുകൾക്ക് അവയുടെ നിശ്ചിത സമയത്ത് ഭക്ഷണം നൽകേണ്ടി വരുന്നതിനാൽ സമീപത്ത് ജോലി ചെയ്യുന്നത് അല്പം എളുപ്പമാകുന്നുണ്ട്.